വിശദമായ വാർത്തയിലേക്ക്. ലക്ഷദ്വീപിന്റെ പേരിൽ സിപിഎമ്മും കോൺഗ്രസും കാണിക്കുന്ന താൽപര്യം രാഷ്ട്രീയ പ്രേരിതമെന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വിമർശനം. ഇത് എല്ലാവരും തിരിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോൾ സിപിഎമ്മും കോൺഗ്രസും ലക്ഷദ്വീപിന്റെ പേരിൽ കാണിക്കുന്ന താല്പര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ശ്രീ, ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്ന പ്രതിഷേധങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് ഇടത് വലത് മുന്നണികൾ അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നടൻ പൃഥ്വിരാജിനെതിരായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, സൈബർ ആക്രമണങ്ങൾ. ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ആണ് ഈ സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധമെന്ന് നേരത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രനും ആരോപിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു മറുപടി വി മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ ന്യൂനപക്ഷ സംവരണവുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയിലാണ് വി മുരളീധരന്റെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ വന്നത്. വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഇത്രയും കാലം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകി വരുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് കൂടി ഈ ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കാലതാമസം പാടില്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ വിധി നടപ്പിലാക്കുമെന്ന MP ഗോവിന്ദന്റെ പരാമർശത്തെ തിരുത്തിയുള്ള മുഖ്യമന്ത്രി നിലപാടിനോടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകി സഹായിച്ച തീവ്രവാദികളോടുള്ള അനുകൂല നിലപാടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിക്കുന്നതെന്ന രൂക്ഷ വിമർശനവും വി മുരളീധരൻ ഉയർത്തി. അശ്വതി. ശരി, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ ലക്ഷദ്വീപിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി രൂപീകരിച്ചു. ദ്വീപിലേക്കുള്ള യാത്രാ നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. താരതമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഈ കാര്യത്തിൽ കാണിക്കുന്ന അമിതാവേശം, ആ അമിതാവേശം രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയല്ലേ എന്നുള്ളത് കൂടി സംശയിക്കാവുന്ന സ്ഥിതിയിലാണ്. വി മുരളീധരന്റെ പ്രതികരണമാണ് കണ്ടത്. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം യാത്രാ നിയന്ത്രണവും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ലക്ഷദ്വീപിൽ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം യാത്രാ നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഏത് രീതിയിലാണ് ലക്ഷദ്വീപിന് അതിനോടുള്ള പ്രതികരണം? വിശദാംശം. ലക്ഷദ്വീപ് വലിയ നിയന്ത്രണങ്ങളാണ് യാത്രാ കാര്യങ്ങളിലടക്കം ഇന്നു മുതൽ ലക്ഷദ്വീപിൽ നിലവിൽ വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അനുമതി പത്രം ലഭ്യമാകണം എന്ന നിർദ്ദേശമാണ് ഇന്നുള്ളത്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാർ MLA-മാർ അടക്കം നിരവധി ആളുകൾ ലക്ഷദ്വീപിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി നേരിട്ട് പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കർശന യാത്രാ വിലക്ക്. ഒപ്പം ലക്ഷദ്വീപിൽ തങ്ങിയിരിക്കുന്ന യാത്രാ പെർമിറ്റുള്ള ആളുകൾ ഒരാഴ്ചക്കുള്ളിൽ ദ്വീപ് വിട്ടുപോകണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഒപ്പം ദ്വീപിൽ തങ്ങുന്ന ആളുകൾ ഓരോ ആഴ്ച വീതം പെർമിറ്റ് പുതുക്കണമെന്ന നിർദ്ദേശവും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഒപ്പം രണ്ടാം ലെവൽ സുരക്ഷാ സന്നാഹങ്ങളും ലക്ഷദ്വീപിൽ ഒരുക്കിയിരിക്കുന്നു. കർശനമായ ദേഹപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഒപ്പം ലക്ഷദ്വീപിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തും എന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ലക്ഷദ്വീപിലേക്കും പോകുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഇതിനകം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ സർവകക്ഷി യോഗം 2 തവണ ചേരുകയും ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒരു പ്രത്യേക സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന MS അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിവാര റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് अचानक से ऑक्सीजन की मांग कई गुना बढ़ गई तो बहुत बड़ा चैलेंज था। मेडिकल ऑक्सीजन का देश के दूर सुदूर हिस्सों तक पहुंचाना अपने आप में बड़ी चुनौती थी। ऑक्सीजन टैंकर ज्यादा तेज चले, छोटी सी भी भूल हो तो उसमें बहुत बड़े विस्फोट का खतरा होता है। इंडस्ट्रियल ऑक्सीजन का उत्पादन करने वाले काफी प्लांट देश के पूर्वी हिस्सों में हैं। वहां से दूसरे राज्यों में ऑक्सीजन पहुंचाने के लिए भी कई दिन का समय लगता है। देश के सामने आई इस चुनौती में
देश की मदद की क्रायोजेनिक टैंकर चलाने वाले ड्राइवर्स ने, ऑक्सीजन एक्सप्रेस ने, एयरफोर्स के पायलट्स ने, ऐसे अनेकों लोगों ने युद्ध स्तर पर काम करके हजारों लाखों लोगों का जीवन बचाया। आज मन की बात में हमारे साथ ऐसे ही एक साथी जुड़ रहे हैं, यूपी के जौनपुर के रहने वाले श्रीमान दिनेश उपाध्याय जी। दिनेश जी नमस्कार। सर जी प्रणाम। सबसे पहले तो मैं चाहूंगा कि आप जरा अपने बारे में हमें जरूर बताइए। सर हमारा नाम दिनेश बाबुलनाथ उपाध्याय है। मैं गांव हसनपुर, पोस्ट जमुआ, जिला जौनपुर का निवासी हूं सर। उत्तर प्रदेश से हैं? हाँ सर जी। और सर हमारा एक लड़का है, 2 लड़की और औरत और माँ बाप। और आप क्या करते हैं? सर मैं ऑक्सीजन का टैंकर चलाता हूं सर, लिक्विड ऑक्सीजन का। बच्चों की पढ़ाई ठीक से हो रही है? हाँ सर बच्चों की पढ़ाई हो रही है, लड़कियां भी पढ़ रही हैं दोनों और मेरा लड़का भी पढ़ रहा है सर। ये ऑनलाइन पढ़ाई भी ठीक से चलती है उनकी? हाँ सर अच्छे ढंग से कर रहे हैं। अभी बच्चियां हमारी पढ़ रही हैं, ऑनलाइन में ही पढ़ रही हैं सर। सर 15 से 17 साल हो गया सर मैं ऑक्सीजन का टैंकर चलाता हूं सर। अच्छा, आप ये 15-17 साल से सिर्फ ऑक्सीजन लेके जाते हैं तो सिर्फ ट्रक ड्राइवर नहीं है, आप एक प्रकार से लाखों का जीवन बचाने में लगे हैं। सर हमारा काम ही ऐसा है सर ऑक्सीजन टैंकर का कि हमारी जो कंपनी है आइनॉक्स कंपनी, वो भी हमारा लोग का बहुत ख्याल करती है और हम लोग कहीं भी जाके ऑक्सीजन खाली करते हैं तो हमें बहुत खुशी मिलती है सर। लेकिन अभी कोरोना के समय में आपकी जिम्मेदारी बहुत बढ़ गई है। हाँ सर बहुत बढ़ गई है। जब आप अपने ट्रक की ड्राइविंग सीट पर होते हैं तो आपके मन में क्या भाव होता है? पहले की तुलना में क्या अलग अनुभव? काफी दबाव भी रहता होगा, मानसिक तनाव रहता होगा, परिवार की चिंता, कोरोना का माहौल, लोगों की तरफ से दबाव, मांगे, क्या कुछ होता होगा? सर हमें कोई चिंता नहीं होता, हमें खाली यही होता है कि मैं अपना जो कर्तव्य कर रहा हूँ सर जी, वो हम टाइम पे लेके अगर हमारे ऑक्सीजन से किसी को अगर जीवन मिलता है तो ये हमारे लिए बहुत गौरव की बात है। बहुत उत्तम तरीके से आप अपनी भावना व्यक्त कर रहे हो। अच्छा ये बताइए, आज जब इस महामारी के समय लोग आपके काम के महत्व को देख रहे हैं, जो शायद पहले इतना नहीं समझा होगा, अब समझ रहे हैं, तो क्या आपके और आपके काम के प्रति उनके नजरिए में परिवर्तन आया है? हाँ सर जी, अभी पहले हम ऑक्सीजन के ड्राइवर कहीं भी जाम में इधर उधर फंसे रहते थे, लेकिन आज के डेट में प्रशासन ने भी हमारा लोग का बहुत हेल्प किया और जहां भी हम जाते हैं हम भी, हमारे अंदर से एक जिज्ञासा आती है हम कितने जल्दी पहुंच के लोगों की जान बचाएं सर। चाहे खाना मिले चाहे न मिले, कुछ भी दिक्कत हो, लेकिन हम हॉस्पिटल पहुंचते हैं जब टैंकर लेके और देखते हैं कि हॉस्पिटल वाले हम लोग को वी का इशारा करते हैं, उनके फैमिली लोग जिसके घर वाले एडमिट होते हैं। अच्छा, विक्ट्री का भी बताते हैं? हाँ सर वी बताते हैं, कोई अंगूठा दिखाता है। हमको बहुत तसल्ली आती है हमारे जीवन में कि हमने कोई अच्छा काम जरूर किया है जो मुझे ऐसा सेवा करने का अवसर मिला है सर। सारी थकान उतर जाती होगी। हाँ सर, हाँ सर। तो घर आकर के बच्चों से बातें बताते हो आप सब? नहीं सर, बच्चे तो हमारे गांव में रहते हैं, हम तो यहाँ आइनॉक्स एयर प्रोडक्ट में मैं ड्राइवरी करता हूँ। 8-9 महीने के बाद तब घर जाता हूँ। तो कभी फोन पे बच्चों से बात करते होंगे तो? हाँ सर बराबर होता है। तो उनके मन में रहता होगा पिताजी जरा संभालिए ऐसे समय? सर जी वो लोग बोलते हैं पापा काम करो लेकिन अपने सेफ्टी से करो, और हम लोग सर सेफ्टी से काम करते हैं। हमारा मानगांव प्लांट भी है और आइनॉक्स बहुत हमारा लोग का हेल्प करता है। चलिए दिनेश जी, मुझे बहुत अच्छा लगा आपकी बातें सुन करके, और देश को भी लगेगा कि इस कोरोना की लड़ाई में कैसे कैसे किस प्रकार से लोग काम कर रहे हैं। आप 9-9 महीने तक अपने बच्चों को नहीं मिल रहे हैं, परिवार को नहीं मिल रहे हैं, सिर्फ लोगों की जान बच जाए। जब ये देश सुनेगा ना, देश को गर्व होगा कि लड़ाई हम जीतेंगे, क्योंकि दिनेश उपाध्याय जैसे लाखों लाखों ऐसे लोग हैं जो जी जान से जुटे हुए हैं। सर जी हम लोग कोरोना को किसी ना किसी दिन जरूर हराएंगे सर जी। चलिए दिनेश जी, आपकी ये भावना, यही तो देश की ताकत है। बहुत बहुत धन्यवाद दिनेश जी, और आपके बच्चों को मेरे आशीर्वाद कहिएगा। ठीक है, तो धन्यवाद। प्रणाम। धन्यवाद। साथियों, जैसा कि दिनेश जी बता रहे थे, वाकई जब एक टैंकर ड्राइवर ऑक्सीजन लेकर अस्पताल पहुंचते हैं
तो ईश्वर के भेजे गए दूत ही लगते हैं। हम समझ सकते हैं कि ये काम कितनी जिम्मेदारी का होता है और इसमें कितना मानसिक दबाव भी होता है। साथियों, चुनौती के इसी समय में ऑक्सीजन के ट्रांसपोर्टेशन को आसान करने के लिए भारतीय रेल भी आगे आई है। ऑक्सीजन एक्सप्रेस, ऑक्सीजन रेल ने सड़क पर चलने वाले ऑक्सीजन टैंकर से कहीं ज्यादा तेजी से, कहीं ज्यादा मात्रा में ऑक्सीजन देश के कोने कोने में पहुंचाई। माताओं बहनों को यह सुनकर गर्व होगा कि एक ऑक्सीजन एक्सप्रेस तो पूरी तरह महिलाएं ही चला रही है। देश की हर नारी को इस बात का गर्व होगा। इतना ही नहीं, हर हिंदुस्तानी को गर्व होगा। मैंने ऑक्सीजन एक्सप्रेस की एक लोको पायलट शिरीषा गजनी जी को मन की बात में आमंत्रित किया है। शिरीषा जी नमस्ते। नमस्ते सर, कैसे है सर? मैं बहुत ठीक हूँ शिरीषा जी। मैंने सुना है कि आप तो रेलवे पायलट के रूप में काम कर रही है और मुझे बताया गया कि आपकी पूरी महिलाओं की टोली ये ऑक्सीजन एक्सप्रेस को चला रही है। शिरीषा जी, आप बहुत ही शानदार काम कर रही हैं। कोरोना काल में आपकी तरह अनेक महिलाओं ने आगे आकर कोरोना से लड़ने में देश को ताकत दी है। आप भी नारी शक्ति का एक बहुत बड़ा उदाहरण है। लेकिन देश जानना चाहेगा, मैं जानना चाहता हूँ कि आपको ये मोटिवेशन कहाँ से मिलता है? सर, मुझको मोटिवेशन मेरा फादर मदर भी है सर। मेरा फादर गवर्नमेंट एम्प्लॉय है सर। एक्चुअली आई एम हैविंग 2 elder sisters. We are 3 members, ladies only. But my father giving very encourage to work. My first sister doing government job in bank work, and I am settled in railway. My parents only encouraging me. अच्छा शिरीषा जी, आपने सामान्य दिनों में भी रेलवे को अपनी सेवाएं दी है, ट्रेन को स्वाभाविक चला है। लेकिन जब ये एक तरफ ऑक्सीजन की इतनी मांग और जब आप ऑक्सीजन को लेके जा रही है तो थोड़ा जिम्मेदारी भरा काम होगा, थोड़ी और जिम्मेवारी होगी। सामान्य गुड्स को ले जाना अलग बात है, ऑक्सीजन तो बहुत ही डेलिकेट भी होती है चीजें। तो क्या अनुभव आता था? मैं हैप्पीली फील किया ये काम करने के लिए। ऑक्सीजन स्पेशल देने के टाइम में सभी देखिए, सेफ्टी का वाइज, फॉर्मेशन वाइज एनी लीकेज है। नेक्स्ट, इंडियन रेलवे भी सपोर्टिव है सर। ये ऑक्सीजन चलाने के लिए मुझको ग्रीन पाथ दिया, ये गाड़ी चलाने के लिए 125 किलोमीटर 1.5 hour में रीच हो गया। इतना रेलवे भी रेस्पॉन्सिबिलिटी ले लिया, मैं भी रेस्पॉन्सिबिलिटी है सर। वाह, चलिए शिरीषा जी, मैं आपको बहुत बधाई देता हूं और आपके पिताजी माताजी को विशेष रूप से प्रणाम करता हूं, जिन्होंने तीनों बेटियों को इतनी प्रेरणा दी और उनको इतना आगे बढ़ाया और इस प्रकार का हौसला दिया है। और मैं समझता हूं ऐसे माँ बाप को भी प्रणाम और आप सभी बहनों को भी प्रणाम, जिन्होंने इस प्रकार से देश की सेवा भी की और जज्बा भी दिखाया है। बहुत बहुत धन्यवाद शिरीषा जी। धन्यवाद सर, थैंक यू सर। आपका ब्लेसिंग चाहिए सर। बहुत परमात्मा का आशीर्वाद आप पर बना रहे, आपके माता पिता का आशीर्वाद बना रहे। धन्यवाद जी। धन्यवाद सर। साथियों, हमने अभी शिरीषा जी की बात सुनी। उनके अनुभव प्रेरणा भी देते हैं, भावुक भी करते हैं। वास्तव में ये लड़ाई इतनी बड़ी है कि इसमें रेलवे की ही तरह हमारा देश जल, थल, नभ तीनों मार्गों से काम कर रहा है। एक और खाली टैंकर्स को एयरफोर्स के विमानों द्वारा ऑक्सीजन प्लांट तक पहुंचाने का काम हो रहा है। दूसरी ओर नए ऑक्सीजन प्लांट बनाने का काम भी पूरा किया जा रहा है। साथ ही विदेशों से ऑक्सीजन, ऑक्सीजन कॉन्सेंट्रेटर्स और क्रायोजेनिक टैंकर्स भी देश में लाए जा रहे हैं। इसलिए इसमें नेवी भी लगी, एयरफोर्स भी लगी, आर्मी भी लगी और डीआरडीओ जैसी हमारी संस्थाएं भी जुटी हैं। हमारे कितने ही वैज्ञानिक, इंडस्ट्री के एक्सपर्ट्स और टेक्नीशियन भी युद्ध स्तर पर काम कर रहे हैं। इन सब के काम को जानने की, समझने की जिज्ञासा सभी देशवासियों के मन में है। इसलिए हमारे साथ हमारी एयरफोर्स के ग्रुप कैप्टन पटनायक जी जुड़ रहे हैं। पटनायक जी, जय हिंद। सर जय हिंद। सर, मैं ग्रुप कैप्टन ए.के. पटनायक हूँ, वायुसेना स्टेशन हिंडन से बात कर रहा हूँ। पटनायक जी, कोरोना से लड़ाई के दौरान आप बहुत बड़ी जिम्मेवारी संभाल रहे हैं। दुनिया भर में जाकर के टैंकर लाना, टैंकर यहाँ पहुंचाना। मैं जानना चाहूंगा कि एक
फौजी के नाते एक अलग प्रकार का काम आपने किया है। मरने मारने के लिए दौड़ना होता है, आज आप जिंदगी बचाने के लिए दौड़ रहे हैं। कैसा अनुभव हो रहा है? सर, इस संकट के समय में हमारे देशवासियों को मदद कर सकते हैं, ये हमारे लिए बहुत ही सौभाग्य का काम है सर। और ये जो भी हमें मिशंस मिले हैं, हम बखूबी से उसको निभा रहे हैं। हमारी ट्रेनिंग और सपोर्ट सर्विसेज जो हैं हमारी पूरी मदद कर रहे हैं। और सबसे बड़ी चीज है सर, इसमें जो हमें जॉब सेटिस्फैक्शन मिल रही है वो बहुत ही हाई लेवल पे है और इसी की वजह से हम कंटिन्यूअस ऑपरेशंस कर पा रहे हैं। कैप्टन, आप इन दिनों जो जो प्रयास किए हैं और वो भी कम से कम समय में सब कुछ करना पड़ा है, उसमें अभी इन दिनों क्या रहा आपका? सर, पिछले 1 महीने से हम कंटिन्यूअसली ऑक्सीजन टैंकर्स और लिक्विड ऑक्सीजन कंटेनर्स डोमेस्टिक डेस्टिनेशन और इंटरनेशनल डेस्टिनेशन दोनों से उठा रहे हैं सर। करीब 1600 सॉर्टी से ज्यादा एयरफोर्स कर चुकी है और 3000 से ज्यादा घंटे हम उड़ चुके हैं। करीब 160 इंटरनेशनल मिशन कर चुके हैं, जिस वजह से हम हर जगह से ऑक्सीजन टैंकर्स जो पहले अगर डोमेस्टिक में 2 से 3 दिन लगते थे, हम उसको 2 से 3 घंटे में एक जगह से दूसरी जगह पहुंचा सकते हैं सर। और इंटरनेशनल मिशन में भी विद इन 24 आवर्स कंटिन्यूअस राउंड द क्लॉक ऑपरेशंस करके पूरी एयरफोर्स इसमें लगी हुई है कि जितनी जल्दी हो सके हम जितने ज्यादा टैंकर ला सकें और देश की मदद कर सके सर। कैप्टन, आपको इंटरनेशनल में अभी कहाँ कहाँ दौड़ भागना पड़ा? सर, शॉर्ट नोटिस पे हमें सिंगापुर, दुबई, बेल्जियम, जर्मनी और यूके, ये सब जगह पे डिफरेंट फ्लीट्स ऑफ द इंडियन एयरफोर्स सर, IL-76, C-17 और बाकी सारे विमान गए थे, C-130, जो बहुत ही शॉर्ट नोटिस पे ये मिशन प्लान करके हमारी ट्रेनिंग और जोश की वजह से हम टाइमली इन मिशन को कंप्लीट कर पाए सर। देखिए, इस बार देश गर्व अनुभव करता है कि जल हो, थल हो, नभ हो, हमारे सारे जवान इस कोरोना के खिलाफ लड़ाई में लगे हैं और कैप्टन आपने भी बहुत बड़ी जिम्मेवारी निभाई है, तो मैं आपको भी बहुत बधाई देता हूं। सर, थैंक यू सो मच सर। हम अपनी पूरी कोशिश में जी जान के साथ लगे हुए हैं और मेरी बेटी भी मेरे साथ है सर, अदिति। अरे वाह! नमस्ते मोदी जी। नमस्ते बेटी, नमस्ते। अदिति, आप कितने साल की हैं? मैं 12 साल की हूँ और मैं क्लास 8 में पढ़ती हूँ। तो ये पिताजी बाहर जाते हैं, यूनिफॉर्म में रहते हैं। हाँ, उनके लिए मुझे बहुत प्राउड लगता है, बहुत गर्व महसूस होता है कि वो इतना सब महत्वपूर्ण काम कर रहे हैं। जो सारे कोरोना पीड़ित लोग हैं उनकी मदद इतनी ज्यादा कर रहे हैं और इतने सारे देशों से ऑक्सीजन टैंकर्स ला रहे हैं, कंटेनर्स ला रहे हैं। लेकिन बेटी तो पापा को बहुत मिस करती है ना? हाँ, मैं बहुत मिस करती हूँ उन्हें। वो आजकल ज्यादा घर पे रह भी नहीं पा रहे हैं क्योंकि इतने सारे इंटरनेशनल फ्लाइट्स में जा रहे हैं और कंटेनर्स और टैंकर्स उनके प्रोडक्शन प्लांट्स तक पहुंचा रहे हैं ताकि जो कोरोना पीड़ित लोग हैं उनको टाइमली ऑक्सीजन मिल सके और उनकी जान बच सके। तो बेटा, ये जो ऑक्सीजन के कारण लोगों की जान बचाने वाला काम तो अब घर घर में लोगों को पता चला है। जब तुम्हारे फ्रेंड सर्कल, तुम्हारे साथी स्टूडेंट जानते होंगे कि तुम्हारे पिताजी ऑक्सीजन की सेवा में लगे हैं, तो तुम्हारे प्रति भी बड़े आदर से देखते होंगे वो लोग। हाँ, मेरे सारे फ्रेंड्स भी बोलते हैं कि तुम्हारे पापा इतना ज्यादा इम्पोर्टेंट काम कर रहे हैं और तुम्हें भी बहुत प्राउड लगता होगा। और तब मुझे इतना ज्यादा गर्व अनुभव होता है। और मेरी जो सारी फैमिली है, मेरे नाना नानी, दादी, सब लोग भी मेरे पापा के लिए बहुत प्राउड है। मेरी मम्मी, और वो लोग भी डॉक्टर्स हैं, वो लोग भी दिन रात काम कर रहे हैं। और सारी आर्म फोर्सेस, मेरे पापा के सारे स्क्वाड्रन के अंकल्स और सारी जो फोर्सेस हैं, सब लोग, सारी सेना बहुत काम कर रही है। और मुझे यकीन है कि सबकी कोशिशों के साथ हम लोग कोरोना से ये लड़ाई जरूर जीतेंगे। हमारे यहाँ कहते हैं कि बेटी जब बोलती है ना, तो उसके शब्दों में सरस्वती विराजमान होती है। और जब अदिति बोल रही है कि हम जरूर जीतेंगे, तो एक प्रकार से ये ईश्वर की वाणी बन जाती है। अच्छा अदिति, अभी तो ऑनलाइन पढ़ती होगी? हाँ, अभी तो हमारे सारे ऑनलाइन क्लासेस चल रहे हैं और अभी हम लोग घर पे भी सारे फुल प्रिकॉशंस ले रहे हैं। और कहीं अगर बाहर जाना है तो फिर डबल मास्क पहन के और सब कुछ सारे प्रिकॉशंस और पर्सनल हाइजीन मेंटेन कर रहे हैं, सब चीजों का ध्यान रख रहे हैं। अच्छा बेटा, तुम्हारी क्या हॉबीज है, क्या पसंद है?
मेरी हॉबीज हैं कि मैं स्विमिंग और बास्केटबॉल करती हूँ, पर अभी तो वो थोड़ा बंद हो गया है। और इस लॉकडाउन और कोरोना वायरस के दौरान मैंने बेकिंग और कुकिंग का बहुत ज्यादा मुझे शौक है, और मैं अभी सारे बेकिंग और कुकिंग करके, जब पापा इतना सारा काम करके आते हैं तो मैं उनके लिए कुकीज और केक बनाती हूँ। वाह वाह वाह। चलिए बेटा, बहुत दिनों के बाद तुम्हें पापा के साथ समय बिताने का मौका मिला है, बहुत अच्छा लगा। और कैप्टन, आपको भी मैं बहुत बधाई देता हूँ। लेकिन जब मैं कैप्टन को बधाई देता हूँ, मतलब सिर्फ आपको ही नहीं, सारे हमारे फोर्सेस, जल थल नभ, जिस प्रकार से जुटे हुए हैं, मैं सबको सबको सैल्यूट करता हूँ। धन्यवाद भैया। थैंक यू सर। साथियों, वाकई हमारे इन जवानों ने, इन वॉरियर्स ने जो काम किया है, इसके लिए देश इन्हें सैल्यूट करता है। इसी तरह लाखों लोग दिन रात जुटे हुए हैं। जो काम वो कर रहे हैं वो उनके रूटीन काम का हिस्सा नहीं है। इस तरह की आपदा तो दुनिया पर 100 साल बाद आई है, एक शताब्दी के बाद इतना बड़ा संकट। इसलिए इस तरह के काम का किसी के पास कोई भी अनुभव नहीं था। इसके पीछे देश सेवा का जज्बा है और एक संकल्प शक्ति है। इसी से देश ने वो काम किया है जो पहले कभी नहीं हुआ। आप अंदाजा लगा सकते हैं, सामान्य दिनों में हमारे यहां एक दिन में 900 मैट्रिक टन लिक्विड मेडिकल ऑक्सीजन का प्रोडक्शन होता था। अब ये 10 गुना से भी ज्यादा बढ़कर करीब करीब 9,500 मीट्रिक टन प्रतिदिन उत्पादन हो रहा है। इस ऑक्सीजन को हमारे वॉरियर्स देश के दूर सुदूर कोने तक पहुंचा रहे हैं। मेरे प्यारे देशवासियों, ऑक्सीजन पहुंचाने के लिए देश में इतने प्रयास हुए, इतने लोग जुटे। एक नागरिक के तौर पर ये सारे कार्य प्रेरणा देते हैं। एक टीम बनकर हर किसी ने अपना कर्तव्य निभाया है। मुझे बेंगलुरु से उर्मिला जी ने कहा है कि उनके पति लैब टेक्नीशियन है, और ये भी बताया है कि कैसे इतनी चुनौतियों के बीच वो लगातार टेस्टिंग का काम करते रहे हैं। साथियों, कोरोना की शुरुआत में देश में केवल एक ही टेस्टिंग लैब थी, लेकिन आज 2,500 से ज्यादा लैब्स काम कर रही हैं। शुरू में कुछ 100 टेस्ट एक दिन में हो पाते थे, अब 20 लाख से ज्यादा टेस्ट एक दिन में होने लगे हैं। अब तक देश में 33 करोड़ से ज्यादा सैंपल की जांच की जा चुकी है। ये इतना बड़ा काम इन साथियों की वजह से ही संभव हो रहा है। कितने ही फ्रंटलाइन वर्कर्स सैंपल कलेक्शन के काम में लगे हुए हैं। संक्रमित मरीजों के बीच जाना, उनका सैंपल लेना, ये कितनी सेवा का काम है। अपने बचाव के लिए इन साथियों को इतनी गर्मी में भी लगातार पीपीई किट पहन के ही रहना पड़ता है। इसके बाद ये सैंपल लैब में पहुंचता है। इसलिए जब मैं आप सबके सुझाव और सवाल पढ़ रहा था, तो मैंने तय किया कि हमारे इन साथियों की भी चर्चा जरूर होनी चाहिए। इनके अनुभवों से हमें भी बहुत कुछ जानने को मिलेगा। तो आइए, दिल्ली में एक लैब टेक्नीशियन के तौर पर काम करने वाले हमारे साथी प्रकाश कांडपाल जी से बात करते हैं। प्रकाश जी, नमस्कार। नमस्कार आदरणीय प्रधानमंत्री जी। प्रकाश जी, सबसे पहले तो आप मन की बात के हमारे सभी श्रोताओं को अपने बारे में बताइए। आप कितने समय से ये काम कर रहे हैं और कोरोना के समय आपका क्या अनुभव रहा है? क्योंकि देश के लोगों को इस प्रकार से न टीवी पर दिखते हैं, न अखबार में दिखते हैं, फिर भी एक ऋषि की तरह लैब में रह करके काम कर रहे हैं। तो मैं चाहूंगा कि आप जब बताएंगे तो देशवासियों को भी जानकारी मिलेंगी कि देश में काम कैसे हो रहा है। सर, मैं दिल्ली सरकार के स्वास्थ्य संस्थान इंस्टीट्यूट ऑफ लिवर एंड बिलियरी साइंसेस नाम के हॉस्पिटल में पिछले 10 वर्षों से लैब टेक्नीशियन के रूप में कार्यरत हूँ। मेरा स्वास्थ्य क्षेत्र का अनुभव 22 वर्षों का है। आईएलबीएस से पहले भी मैं दिल्ली के अपोलो हॉस्पिटल, राजीव गांधी कैंसर हॉस्पिटल, रोटरी ब्लड बैंक जैसे प्रतिष्ठित संस्थान में काम कर चुका हूँ। सर, यद्यपि सभी जगह मैंने रक्त कोष विभाग में अपनी सेवाएं दी, परंतु पिछले वर्ष 1 अप्रैल 2020 से मैं आईएलबीएस के वायरोलॉजी डिपार्टमेंट के अधीनस्थ कोविड टेस्टिंग लैब में कार्य कर रहा हूँ। निस्संदेह
कोविड महामारी में स्वास्थ्य एवं स्वास्थ्य से संबंधित सभी साधन संसाधनों पर अत्यधिक दबाव पड़ा, पर मैं इस संघर्ष के दौर को निजी तौर पर इसमें ऐसा अवसर मानता हूँ जब राष्ट्र, मानवता, समाज हमसे अधिक उत्तरदायित्व, सहयोग, हमसे अधिक सामर्थ्य और हमसे अधिक क्षमता के प्रदर्शन की अपेक्षा करता है और आशा करता है। और सर, जब हम राष्ट्र के, मानवता के, समाज की अपेक्षा के और आशा के अनुरूप अपने स्तर पर, जो कि एक बूंद के बराबर है, हम उस पर काम करते हैं, खरा उतरते हैं, तो एक गौरव की अनुभूति होती है। कभी जब हमारे घर वाले भी आशंकित होते हैं या थोड़ा उन्हें भय लगता है, तो ऐसे अवसर पे उनको स्मरण कराता हूँ कि हमारे देश के जवान, जो कि सदैव ही परिवार से दूर सीमाओं पर विषम और असामान्य परिस्थितियों में देश की रक्षा कर रहे हैं, उनकी तुलना में तो हमारा जोखिम जो है कम है, बहुत कम है। तो वो भी इस चीज को समझते हैं और मेरे साथ में एक तरह से वो भी सहयोग करते हैं और वो भी इस आपदा में समान रूप से जो भी सहयोग है उसमें अपनी सहभागिता निभाते हैं। प्रकाश जी, एक तरफ सरकार सबको कह रही है कि दूरी रखो, दूरी रखो, कोरोना में एक दूसरे से दूर रहो, और आपको तो सामने से होकर के कोरोना के जीवाणुओं के बीच में रहना ही पड़ता है, सामने से जाना पड़ता है। तो ये अपने आप में एक जिंदगी को संकट में डालने वाला मामला रहता है, तो परिवार को चिंता होना बहुत स्वाभाविक है। लेकिन फिर भी ये लैब टेक्नीशियन का काम सामान्य संजोगों में एक है और ऐसी पैंडेमिक स्थिति में दूसरा है, और वो आप कर रहे हैं तो काम के घंटे भी बहुत बढ़ गए होंगे, रात रात लैब में निकालना पड़ता होगा, क्योंकि इतना വെല്ലുവിളികളെ രാജ്യം നേരിടുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രതിവാര റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് തുടരുകയാണ്. രണ്ടാം മോദി സർക്കാർ ഇന്ന് 2 വർഷം പൂർത്തിയാക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രവർത്തകർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ അഭ്യർത്ഥിച്ചു. 2019 മെയ് 30-നാണ് നരേന്ദ്രമോദി രണ്ടാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. ഇടവേള. സിഗരറ്റിന്റെ ആസക്തി ബാങ്ക് രാഷ്ട്രീയത്തിനായി ചിലർ പ്രവർത്തിച്ചതിന്റെ തെളിവാണ് കോടതി വിധിയിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ CPM മുന്നണിയെ പിന്തുണച്ച ഭീകരവാദികളുടെയും അതോടൊപ്പം വോട്ട് ബാങ്കുകളുടെയും താൽപര്യം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത് എന്നാണ്. അതേസമയം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന. കോടതി വിധി നടപ്പാക്കുമെന്ന മന്ത്രി MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെ മുസ്ലിം വിഭാഗം അനർഹമായ നേട്ടം കൊയ്യുന്നില്ലെന്ന പ്രതികരണവുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. സജിത്ത്, ഒരു വശത്ത് BJP പറയുന്നു ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്ന്, മറുവശത്ത് ചെറിയ രീതിയിലുള്ള ആശയക്കുഴപ്പം സർക്കാരിലുണ്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുക സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ ഇതിന്റെ തുടർ നടപടി എന്താ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം വിഷയത്തിൽ ആലോചിച്ച നടപടിയെടുക്കും, അപ്പീൽ പോകുമോ എന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും. ദശാബ്ദങ്ങളായുള്ള ഒരു നടപടിക്രമമാണ്, അതിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളി, ഇടതുമുന്നണിയിൽ തന്നെ 2 നിലപാട്, അതായത് ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ വിഷയത്തിൽ കോടതി വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം മലബാർ മേഖലയിൽ ഇതിന് വലിയ തരത്തിലുള്ള എതിർപ്പും ഉണ്ടാകുന്നുണ്ട്. ഇതിൽ അപ്പീൽ സർക്കാർ പോകണമെന്ന നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് വേണം തീരുമാനം സർക്കാരിന് എടുക്കാൻ എന്നതാണ് സാഹചര്യം. UDF-നും ഈ സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നും കൂട്ടായ ഒരു അഭിപ്രായം പറയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ BJP ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. BJP ആവശ്യപ്പെടുന്നത് കോടതി വിധി സർക്കാർ നടപ്പിലാക്കണം. ശബരിമല വിധിയൊക്കെ നടപ്പിലാക്കിയ സർക്കാർ ഇതുകൊണ്ട് മടിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ BJP ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന് മുന്നിൽ ഇരുതല മൂർച്ചയുള്ള പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആലോചിച്ചുള്ള ഒരു നടപടിയിലേക്കായിരിക്കും സർക്കാർ പോകുന്നത്. ഒരുപക്ഷെ
ഇതിന്റെ രണ്ട് പക്ഷമുള്ള ആൾക്കാരെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് അവരുമായ ഒരു അനുനയ നീക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലൊരു വ്യക്തി. ശരി, ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വീണ്ടും കുറവ്. പ്രതിദിന വർധന 1,65,000 കുറഞ്ഞു. 3,460 പേരാണ് ഇന്നലെ മരിച്ചത്. ഇതിന്റെ ഹോട്ടലുകളിൽ അടക്കമുള്ള പഞ്ചനക്ഷത്ര വാക്സിനേഷനുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു. 46 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് കോവിഡ് വ്യാപനത്തിലും മരണത്തിലും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. തുടർച്ചയായി 4 ദിവസമായി 2 ലക്ഷത്തിൽ താഴെയാണ് പ്രതിദിന വർധന. 1,65,553 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. തൊട്ടുമുമ്പത്തെ ദിവസം ഇത് 1,73,000 ആയിരുന്നു. വെള്ളിയാഴ്ച 3,617 പേരാണ് മരിച്ചതെങ്കിൽ ഇന്നലെ ഇത് 3,460 കുറഞ്ഞു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2.5 കോടിയാണ്. ഇതിൽ 91% പേർക്കും രോഗം ഭേദമായി. ഇതിനിടെയാണ് ഹോട്ടലുകളിലെ പഞ്ചനക്ഷത്ര വാക്സിനേഷൻ തടഞ്ഞുകൊണ്ടുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. മുംബൈ നഗരത്തിലടക്കം ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ താമസക്കാർക്ക് സൗജന്യ വാക്സിൻ വാഗ്ദാനം ചെയ്തിരുന്നു. സ്വകാര്യ ആശുപത്രികളുമായി ചേർന്നായിരുന്നു ഇത്. ആശുപത്രി ജീവനക്കാർ ഹോട്ടലുകളിലെത്തി വാക്സിൻ നൽകുകയായിരുന്നു. താമസക്കാരല്ലാത്ത ചിലർക്കും വാക്സിൻ നൽകിയിരുന്നു. വൻ തുകയാണ് ഇതിനായി ഈടാക്കിയിരുന്നത്. സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, കൂടുതൽ പേർ ജോലി ചെയ്യുന്ന സ്വകാര്യ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ വാക്സിനേഷൻ വിതരണത്തിന് അനുമതിയുള്ളത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ അപകടകാരിയായ കൊറോണ വൈറസിനെ വിയറ്റ്നാമിൽ കണ്ടെത്തി. ഇന്ത്യൻ വൈറസിന്റെയും ബ്രിട്ടീഷ് വൈറസിന്റെയും സങ്കര ഇനമാണ് പുതിയ വൈറസ്. വായുവിലൂടെ അതിവേഗം പടരുമെന്നതാണ് പുതിയ വൈറസ് എന്ന് വിയറ്റ്നാമിലെ ഗവേഷകർ വ്യക്തമാക്കി. ഇന്ത്യയിലും ബ്രിട്ടനിലും കണ്ടെത്തിയ വകഭേദത്തെക്കാൾ ശക്തി കൂടിയതാണ് വിയറ്റ്നാമിലെ പുതിയ ഇനം വൈറസ് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ഹനോയ്, ഹോച്ചിമിൻ തുടങ്ങിയ നഗരങ്ങളിൽ 50% കോവിഡ് ബാധിതരിലും പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. 6,700 പേരിലാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ കൂടുതൽ പേരിലും വകഭേദം വന്ന വൈറസിനെയാണ് കണ്ടെത്തിയത്. രോഗവ്യാപന ശേഷി കൂടിയ വൈറസാണ് വിയറ്റ്നാമിലേത്. മനുഷ്യരിലെ തൊണ്ടയിലെ സ്രവത്തിലും ഉമിനീരിലുമാണ് വൈറസ് കൂടുതലായുള്ളത്. ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെ വൈറസ് പടരും. രാജ്യത്ത് ഇതുവരെ മരിച്ചവരിൽ 47 പേരിൽ പുതിയ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നിഗമനം. മാസ്ക് ധരിക്കുന്നത് തന്നെയാണ് പ്രധാന പ്രതിരോധ മാർഗം. പുതിയ വകഭേദത്തെ ചെറുക്കാൻ ഏത് വാക്സിനാണ് കൂടുതൽ ശേഷിയെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്ഡൌൺ തുടരുമ്പോഴും നാളെ മുതൽ സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരും. വ്യവസായ സ്ഥാപനങ്ങൾ പകുതി ജീവനക്കാരുമായി നാളെ തുറക്കാം. ബാങ്കുകളുടെ പ്രവൃത്തി സമയം വൈകിട്ട് 5 മണി വരെയാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശരൺ ചേരുന്നു. ശരൺ, കഴിഞ്ഞ 2 ആഴ്ചയായി അടഞ്ഞുകിടക്കുകയാണ് സംസ്ഥാനം പൂർണ്ണമായും. നാളെ മുതലുള്ള ഇളവുകൾ ഏത് രീതിയിലാണ്? അശ്വതി, സംസ്ഥാനത്ത് TPR കുറയുന്നത് ആശ്വാസം നൽകുമ്പോഴും ഈ പ്രതിദിന കേസുകളുടെ എണ്ണം 20,000-ന് മുകളിൽ തുടരുകയാണ്. ഇന്നലെയും 23,000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടൊപ്പം തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ TPR 20% മുകളിൽ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ലോക്ഡൌൺ പിൻവലിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. പകരം ഇളവുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ ഇളവുകളാണ് നാളെ മുതൽ നിലവിൽ വരിക. അതിൽ ഏറ്റവും പ്രധാനമായും വ്യവസായ സ്ഥാപനങ്ങൾ, അതായത് കശുവണ്ടി, കയറടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ 50% ജീവനക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാനാണ് അനുമതിയുള്ളത്. ഒപ്പം ബാങ്കുകളുടെ പ്രവൃത്തി സമയം വൈകിട്ട് 5 മണി വരെയാക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ബാങ്കുകളുടെ പ്രവൃത്തി സമയം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു. എന്നാൽ ഇനി മുതൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി വരെ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. ഒപ്പം പാഠപുസ്തക വിൽപ്പന കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. വസ്ത്ര, സ്വർണ്ണ, ചെരുപ്പ് കടകൾക്കും തുറക്കാൻ അനുമതിയുണ്ട്. എന്നാൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമേ ഈ കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളുഷാപ്പുകളിൽ നിന്നും പാഴ്സൽ ലഭ്യമാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബിവറേജ് ഔട്ട്ലെറ്റുകളും കള്ളുഷാപ്പുകളും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ കള്ളുഷാപ്പുകൾക്ക് മാത്രം അനുവദിച്ചിട്ടുണ്ട്. നാളെ മുതൽ കള്ളുഷാപ്പുകളിൽ നിന്ന് കള്ള് പാഴ്സലായിട്ട് ലഭ്യമാവുകയും ചെയ്യും. മറ്റൊന്ന്, ഈ ആസ്തി കടകൾ ആഴ്ചയിൽ 2 ദിവസം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും നാളെ മുതൽ ഇളവുകൾ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇളവുകൾ നിലവിൽ വരുമ്പോൾ കൂടുതൽ ജനങ്ങൾ
റോഡിലേക്ക് ഇറങ്ങാൻ നിരത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ലോക്ഡൌൺ ഇളവുകൾ നാളെ മുതൽ നിലവിൽ വരും. എസ് ശരണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ട്രിപ്പിൾ ലോക്ഡൌൺ ഒഴിവാക്കിയ മലപ്പുറം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ നീക്കി. ഇന്ന് രാവിലെ മുതൽ അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ തുറന്നിട്ടുണ്ട്. പാതകളിൽ പോലീസ് പരിശോധന തുടരുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തുടർച്ചയായ 3 ദിവസം 20% താഴെ എത്തിയ സാഹചര്യത്തിലാണ് ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഒഴിവാക്കിയത്. ഇന്നു മുതൽ മറ്റ് ജില്ലകളിലുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് മലപ്പുറം ജില്ലയിലും ഉള്ളത്. CBSE 12ാം ക്ലാസ് പരീക്ഷ ഒഴിവാക്കിയേക്കും. 9, 10, 11 ക്ലാസുകളിലെ മാർക്കുകൾ പരിഗണിച്ച് സ്കോർ നൽകാനാണ് ആലോചന. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് പരീക്ഷകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയിൽ ഉണ്ട്. ലോക്ഡൌണിനിടയിലും കേരളത്തിലേക്ക് മദ്യക്കടത്ത്. എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 5392 ലിറ്റർ മദ്യമാണ് കഴിഞ്ഞ 20 ദിവസത്തിനിടെ മാത്രം പിടികൂടിയത്. 12,000-ലധികം ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്തെ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടിയത്. ഇതിനു പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള മദ്യക്കടത്ത് വർദ്ധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്നതിനിടെ 4495 ലിറ്റർ മദ്യമാണ് വിവിധ ജില്ലകളിൽ നിന്നായി എക്സൈസ് പിടികൂടിയത്. കാസർഗോഡ് നിന്ന് 2776 ലിറ്ററും കണ്ണൂരിൽ നിന്ന് 488 ലിറ്ററും പാലക്കാട് നിന്ന് 399 ലിറ്ററും മദ്യം പിടിച്ചെടുത്തു. റെയ്ഡിൽ കണ്ടെത്തിയത് 453 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ്. പിടിച്ചെടുത്തവയിൽ 1379 ലിറ്റർ വ്യാജമദ്യവുമുണ്ട്. 12127 ലിറ്റർ സ്പിരിറ്റും എക്സൈസ് വകുപ്പ് പിടികൂടി. അനധികൃതമായി വിൽപ്പന നടത്തിയ 352 ലിറ്റർ കള്ളും പിടിച്ചെടുത്തിട്ടുണ്ട്. വ്യാജമദ്യം നിർമ്മിക്കാനുള്ള 1,18,523 ലിറ്റർ വാഷ് നശിപ്പിക്കുകയും ചെയ്തു. കാണിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ് വ്യാജമദ്യ നിർമ്മാണം കൂടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 953 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. 50 ഗ്രാം ബ്രൗൺ ഷുഗറും 43 ഗ്രാം MDMAയും 21 ഗ്രാം ഹാഷിഷും പിടിച്ചെടുത്തവയിലുണ്ട്. 20 ദിവസത്തിനിടെ 14 ജില്ലകളിലായി എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയത് 7498 റെയ്ഡുകൾ. 3571 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 289 പേർ അറസ്റ്റിലായി. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തവയുടെ കണക്കുകൾ കൂടി കൂട്ടിയാൽ ഇനിയും ഇത് ഉയരുകയും ചെയ്യും. സിജോ ബിജോൺ, ന്യൂസ് 18, കൊച്ചി. കോവിഡ് കാലത്ത് അവശ്യ വസ്തുവായ സാനിറ്റൈസർ വിപണിയിൽ പകൽ കൊള്ള. 1/2 ലിറ്റർ സാനിറ്റൈസറിന് ഹോൾസെയിൽ വില 98 രൂപ മാത്രമുള്ളപ്പോഴാണ് പൊതുവിപണിയിൽ 230 രൂപയ്ക്ക് വിൽപ്പന നടക്കുന്നത്. കൂടുതൽ വാങ്ങാമെന്ന സർക്കാർ നിർദ്ദേശം കൂടിയായതോടെ സാനിറ്റൈസർ വിപണിയിൽ നടക്കുന്നത് പകൽ കൊള്ളയാണ്. മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും കൂടിയ വിലക്ക് ഇവ വിൽക്കുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാനിറ്റൈസർ നിർമ്മാണത്തിൽ അസംസ്കൃത വസ്തുവായ എഥനോൾ ലിറ്ററിന് 180 രൂപയ്ക്കാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽക്കുന്നത്. 100 മില്ലിഗ്രാം സാനിറ്റൈസറിന് ഹോൾസെയിൽ വില GST അടക്കം 22 രൂപയേ വരുന്നുള്ളൂ. അതായത് നികുതിയടക്കം ലിറ്ററിന് 220 രൂപ. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇവയുടെ വിതരണം. എന്നാൽ സർക്കാർ പറയുന്ന നിരക്കനുസരിച്ച് 1/2 ലിറ്റർ സാനിറ്റൈസറിന് തന്നെ 230 രൂപ നൽകണം. ഡീലർമാർക്ക് കൊടുക്കുന്നത് 22 രൂപയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയും, ടാക്സ് അടക്കം. അത് ഡീലർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ 50 രൂപയ്ക്ക് സുഖമായിട്ട് എത്താൻ കഴിയും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ജനങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് സർക്കാർ ഈ 50 രൂപേൻ്റെ സാധനം 66 ആക്കിയത് എന്താണെന്നുള്ളത് അതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും അറിയാൻ മാത്രം എനിക്കറിയില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള അവശ്യ വസ്തുക്കൾക്ക് അമിതവില ഈടാക്കുന്നു എന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിപണിയിലെ സർക്കാർ ഇടപെടൽ. എന്നാൽ സർക്കാർ തന്നെ അമിതവില അടിസ്ഥാന വിലയായി നിശ്ചയിച്ചതും വരും ദിവസങ്ങളിൽ വില വർദ്ധിപ്പിക്കാമെന്ന സൂചന നൽകിയതും അമ്പരപ്പുണ്ടാക്കിയെന്ന് മൊത്തവ്യാപാരികൾ പറയുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകല വാർത്തകളും അറിഞ്ഞ് ഒരു ദിവസം തുടങ്ങാൻ 1.5 മണിക്കൂർ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക്. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പച്ചയായ ചൂടുള്ള മധുരമുള്ള ശക്തമായ ചുവടുറപ്പുള്ള വാർത്തകൾ. നാട്ടുവർത്തമാനം. ഓരോ നാടിന്റെയും മനോഹരമായ കാഴ്ചകൾ. സ്വർണ്ണത്തിളക്കമുള്ള വയൽനാട്. വയലാർ പ്രണയിച്ച പെരിയാർ. നല്ല ചൂടുള്ള മധുരമുള്ള വാർത്തകൾ. കത്രിക കട്ടില്ലാതെ നാട്ടുവർത്തമാനം. ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡൊക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലെ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. ഞാനും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും ലോക്ക്ഡൗൺ കാലത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. 1-2 ആഴ്ചയ്ക്ക് ഒരു ലിസ്റ്റായിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ വിട്ടുകിട്ടാൻ നിർണായക നീക്കവുമായി ഇന്ത്യ. ഡൊമിനിക്കയിലെ ഡൌഗ്ലസ് ചാർലസ് വിമാനത്താവളത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ വിമാനം എത്തിയതായി ആന്റിഗ്വ പ്രധാനമന്ത്രി അറിയിച്ചു. അതിനിടെ മെഹുൽ ചോക്സിയുടെ ശരീരത്ത് പരിക്കേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരീബിയൻ രാജ്യമായ ആന്റിഗ്വയിൽ കഴിയുന്നതിനിടെ അയൽരാജ്യമായ ഡൊമിനിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച ചോക്സി അറസ്റ്റിലായിരുന്നു. ആന്റിഗ്വ ന്യൂസ് റൂം എന്ന മാധ്യമം പുറത്തുവിട്ട ചിത്രങ്ങളിൽ ചോക്സിയുടെ കണ്ണിലും കൈകളിലും പരിക്കേറ്റതായി കാണാം. ചോക്സിക്കായി ഡൊമിനിക്കയിലെ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ത്യയുമായി കുറ്റവാളി കൈമാറ്റ കരാറില്ലാത്ത ആന്റിഗ്വയിലാണ് 2018 മുതൽ മെഹുൽ ചോക്സിയുടെ താമസം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിധിയിൽ മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരം സർക്കാർ അപ്പീൽ നൽകുമോ എന്ന കാര്യം നിർണായകം. സർക്കാർ അപ്പീൽ പോവുകയാണെങ്കിൽ അത് ക്രിസ്ത്യൻ സഭകളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാകും. LDFിലെ ഘടകകക്ഷികളിൽ ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമുള്ളതിന് സമാനമായി UDFിലും അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്നാണ് മുസ്ലിം സംഘടനകളുടെ ശക്തമായ ആവശ്യം. സർക്കാരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കാന്തപുരം വിഭാഗവും LDF ഘടകകക്ഷിയായ INLും ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു പടി കൂടി കടന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് ജാഗ്രത കുറവുണ്ടായെന്ന് സമസ്ത നേതാക്കൾ പ്രതികരിച്ചു. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാപ്പകുത്തി, അതായത് എല്ലാം കൊണ്ടുപോകുന്നു എന്ന ആരോപണം ഇല്ലാതാകണമെങ്കിൽ സർക്കാർ സമയത്തിനൊത്ത് സന്ദർഭത്തിനൊത്ത് ഉണർന്ന് കൃത്യമായ കണക്ക് നാട്ടുകാരോട് പറയണം. അതേസമയം ക്രിസ്ത്യൻ സഭകൾ വിധിയെ സ്വാഗതം ചെയ്ത സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് എതിർ നിലപാടെടുക്കാനാവില്ല. ഘടകകക്ഷികളും മതസംഘടനകളും വ്യത്യസ്ത നിലപാടിൽ നിൽക്കുന്ന വിഷയത്തിൽ സർക്കാർ എന്തു നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. വിഷയത്തിൽ സൂക്ഷ്മതയോടെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതിന്റെ വിവിധ വശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. കോടതി വിധിയിൽ UDF ഘടകകക്ഷികളിലും വ്യത്യസ്ത അഭിപ്രായം പ്രകടമായി. PJ ജോസഫ് വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ ശക്തമായ എതിർപ്പുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. വിധി പഠിച്ച ശേഷം അഭിപ്രായ പ്രകടനം നടത്തുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയും ഈ സാഹചര്യത്തിലാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കാണാതായ എറണാകുളം ഹാർബർ പോലീസ് സ്റ്റേഷനിലെ ASI മടങ്ങിയെത്തി. വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോയ ASI ഉത്തം കുമാറിനെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഡ്യൂട്ടിയിൽ വൈകി എത്തിയതിന് CI കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുശേഷം ഉത്തം കുമാറിനെ കാണാനില്ലെന്നായിരുന്നു പരാതി. രാവിലെ വീട്ടിലെത്തിയ ഇയാളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. നിലവിൽ അങ്ങേര് പറയുന്നത് ഇങ്ങനെ ഒരു മെമ്മോ കിട്ടിയപ്പോഴത്തേക്ക് അങ്ങേർക്ക് അത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി പോയി എന്നാണ് പറഞ്ഞത്. കാരണം
പിന്നെ അങ്ങേരെ എന്താ പറയുന്നത്, അങ്ങേരെ മാത്രമായിട്ട് ഇങ്ങനെ മെമ്മോ കൊടുത്തു, അങ്ങനെ ഒരു അതായത് ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കിനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാലേ അറിയാനായിട്ട് പറ്റുള്ളൂ. വേറെ ആള് ഗുരുവായൂർ പോയി തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൊഴി എടുത്തതിന് ശേഷം നമ്മൾ. വയലാർ രാമവർമ്മയുടെ ഇളയ മകൾ സിന്ധു കോവിഡ് ബാധിച്ചു മരിച്ചു. 54 വയസ്സായിരുന്നു. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് സിന്ധുവിനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചാലക്കുടിയിൽ താമസിക്കുന്ന സിന്ധു വൈദ്യപരിശോധനയുടെ ഭാഗമായാണ് ഒരാഴ്ച മുൻപ് പാലക്കാട് എത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംസ്കാരം പാലക്കാട് നടത്തും. കാലവർഷം ആരംഭിക്കാനിരിക്കെ കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിൽ കുട്ടനാട്. താഴ്ന്ന പ്രദേശങ്ങൾ വേനൽ മഴയെ തുടർന്ന് ഇപ്പോൾ തന്നെ വെള്ളത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 112% അധികം വേനൽ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ലഭിച്ചത്. വേനൽ മഴയുണ്ടെങ്കിലും പൊതുവെ വരണ്ട ഭൂമിയിലേക്കാണ് കുട്ടനാട്ടിൽ സാധാരണ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പെയ്തിറങ്ങുക. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കനത്ത വേനൽ മഴ മൂലം നിലവിൽ വെള്ളത്തിലാണ്. മാർച്ച് 1 മുതൽ മെയ് 28 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 112% അധിക മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. മുൻവർഷം ഇത് വെറും 15% മാത്രമായിരുന്നു. 406.9 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ജില്ലയിൽ പെയ്തത് 863.3 മില്ലിമീറ്റർ മഴ. ഏറ്റവും ഒടുവിലത്തെ കണക്കായ മെയ് 20 മുതൽ 26 വരെയുള്ള മഴയുടെ തോത് 135.1 മില്ലിമീറ്റർ ആണ്. 65 മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്താണ് ഇത്. കിഴക്കൻ വെള്ളത്തിന്റെ കണക്ക് കൂടിയാകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. അവസാന 3 മാസത്തെ കണക്കെടുത്താൽ 1339.6 മില്ലിമീറ്റർ മഴ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചു. അതായത് 190% അധിക മഴ. ഇതിൽ ഭൂരിഭാഗവും ഒഴുകിയിറങ്ങുന്നത് കുട്ടനാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി പെയ്യാനിരിക്കുന്ന ഓരോ തുള്ളിയും കുട്ടനാടിനെ കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുമെന്നുറപ്പ്. കനത്ത മഴയുണ്ടായിട്ടും വൈകി 150 ദിവസം കഴിഞ്ഞ് തുറന്ന തണ്ണീർമുക്കം ബണ്ടും കടലാക്രമണം ഏറെ ശക്തമായി നിലനിൽക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയും എത്രമാത്രം ജലം പുറന്തള്ളുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. തുടർ പ്രളയങ്ങളും കോവിഡും ദുരിതത്തിലാക്കിയ കുട്ടനാട്ടുകാർ ഇനിയൊരു ദുരന്തമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ്. വീടിനകത്ത് വെള്ളം കയറി, പിന്നെ എങ്ങനെ ജീവിക്കുന്നു, പണിയില്ല, ഒന്നുമില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയി മറ്റിടത്ത് താമസിക്കാൻ ഒക്കും? അപ്പോൾ അസുഖമൊക്കെ അല്ലേ, അതുകൊണ്ടൊരു പേടി. 2018 പ്രളയ സമാനമായ സാഹചര്യങ്ങൾ പോലെ തന്നെ കണക്കിലെടുത്തു വേണം ഇത്തവണയും കുട്ടനാടിനായി സജ്ജമാകണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിനും വിവിധ വകുപ്പുകൾക്കും സർക്കാർ നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ന്യൂനമർദ്ദം അകന്നിട്ടും കൊച്ചി നായരമ്പലത്ത് രൂക്ഷമായ കടൽക്ഷോഭം തുടരുന്നു. തീരദേശ ഹൈവേയും അണിയിൽ ബീച്ചും നിരവധി വീടുകളും കടലാക്രമണത്തിൽ തകർന്നു. മേഖല ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തീരത്തെ തകർത്തെറിഞ്ഞ സുനാമിക്ക് തുല്യമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈപ്പിനിലെ തീരമേഖലകൾ. ക്ഷേത്രവും വീടുകളുമെല്ലാം തകർന്നടിഞ്ഞു. മണൽ മൂടിക്കിടക്കുന്ന തീരദേശ ഹൈവേ റോഡാണെന്ന് പോലും തിരിച്ചറിയാനാവില്ല. ഓരോ വർഷകാലത്തും കടൽ കരയെ വിഴുങ്ങുന്നതായി നാട്ടുകാർ. ഇത് 4ാമത്തെ വീടാണ് ഞങ്ങളുടെ. പടിഞ്ഞാറാണ് ഈ വീടായിരുന്നത്. ഇങ്ങനെ വെള്ളം കയറും, ഇടിച്ചു പൊളിക്കും, പിന്നെയും വെക്കും, കിടക്കാൻ നിവൃത്തിയുണ്ട്. സന്നദ്ധ സംഘടനകൾ ഭക്ഷണം എത്തിച്ചതൊഴിച്ചാൽ കാര്യമായ സഹായം എങ്ങു നിന്നും ലഭിച്ചില്ല. വീടുകളിൽ കയറിയ മണൽ നീക്കം ചെയ്യാത്തതിനാൽ പലരും ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. സുനാമിക്ക് വന്നിട്ട് ചെറിയ ചെറിയ സംഘടനകൾ ചെയ്യുന്ന സഹായങ്ങളല്ലാതെ സർക്കാരിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പോയാലും ഇത്ര നാളുകളായിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. കടൽക്ഷോഭത്തിൽ മേഖലയ്ക്കുണ്ടായ നാശനഷ്ടം ജില്ലാ ഭരണകൂടം നേരിട്ട് വിലയിരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെല്ലാനം മാതൃകയിൽ പ്രത്യേക പാക്കേജും വൈപ്പിൻ മേഖലയ്ക്കായി തയ്യാറാക്കണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് 18 കൊച്ചി. കോവിഡിന് പിന്നാലെ കടൽക്ഷോഭവും രൂക്ഷമായതോടെ വറുതിയിലാണ് തീരമേഖല. സഞ്ചാരികൾ ഒഴിഞ്ഞ കോവളം ബീച്ചിൽ ഭാഗ്യം തിരയുന്ന ചിലരെ കാണാം ഇനി. തിരമുറിച്ചു ചെന്ന് കോളുമായി മടങ്ങിയ കാലമല്ല ഇത്. കാറും കോളും നിറഞ്ഞ ദുരിതകാലമാണ്. കടലിലും കരയിലും പണിയില്ലാതായതോടെ വറുതിയിലാണ് തീരമേഖല. എങ്കിലും തീരത്ത് ഭാഗ്യം തിരയുന്ന ചിലരുണ്ട്. ജോലിയില്ലാതായെങ്കിലും രാവിലെ കടലിലേക്ക് ഇവർ ഇറങ്ങും. തീരെ അവശേഷിച്ചു പോകുന്ന ഭാഗ്യത്തിന്റെ ഏതെങ്കിലും ഒരു തരി തേടി. പിന്നെ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരാണ്.
നമ്മളിവിടെ നിന്ന് കോയിൻസുകളൊക്കെ പറക്കിയെടുക്കും. ആ കോയിൻസ് കിട്ടാറുണ്ടോ? വേറെ ചെറിയ ചെറിയ കമ്മലുകളും ഇതൊക്കെ കിട്ടാറുണ്ട്. പ്ലാസ്റ്റിക്, അലുമിനിയം, ചെമ്പും എല്ലാം കിട്ടാറുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ആശ്വാസമാണത്. ഓ, ഈ സമയത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. പണ്ടെങ്ങോ സഞ്ചാരികൾക്ക് നഷ്ടപ്പെട്ട കമ്മലോ മോതിരമോ കടലമ്മ ഇവർക്കായി കരുതും. ദുരിതകാലത്ത് അതൊരു ആശ്വാസമാണ്. സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ വന്ന് നോക്കുന്നല്ല. ഇതുപോലെ കാശും പണമുള്ളവരൊന്നും ഇവിടെ വന്ന് നോക്കാറില്ല. അത് ലക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലക്കാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാലും മിക്ക ദിവസവും ഒന്നും കിട്ടാറില്ല. എങ്കിലും പിറ്റേന്നും അവർ തിരകളിലേക്ക് ഇറങ്ങും, കടലമ്മയുടെ കനിവിൽ വിശ്വാസമർപ്പിച്ച്. ന്യൂസ് 18 തിരുവനന്തപുരം. സഞ്ജീവനി ക്യാമ്പയിൻ. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ ആദിവാസി കോളനിയിലും വാക്സിനേഷൻ പൂർത്തിയായി. ഉൾവനത്തിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ആദിവാസി ഊരുകളിൽ റെക്കോർഡ് വേഗത്തിലാണ് വാക്സിനേഷൻ പൂർത്തിയാക്കിയത്. വാക്സിൻ ലഭിക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിലും ആദിവാസികൾക്കായി ഓരോ കുടിയിലും സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കി വാക്സിനേഷൻ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുകയായിരുന്നു. 3000-ഓളം വരുന്ന ആദിവാസികൾക്കാണ് വാക്സിനേഷൻ പൂർത്തീകരിച്ചത്. മുഴുവൻ ആദിവാസികൾക്കും വാക്സിൻ വീടുകളിലെത്തിച്ചു നൽകിയ ആദ്യ പഞ്ചായത്തായി കുട്ടമ്പുഴ മാറിയത് രാജ്യത്തിന് തന്നെ മാതൃകയായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NK കുട്ടപ്പൻ പറഞ്ഞു. മറ്റുള്ള ജില്ലകളിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും നല്ല ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ രീതിയിൽ ഒരു ട്രൈബ് വാക്സ് എന്ന രീതിയിൽ പ്രോഗ്രാം തന്നെ പേരിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഏക ജില്ല എറണാകുളം ജില്ല ആയിരിക്കും. അപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ ഇത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. വന്യജീവി ശല്യമുള്ള ദുർഘടമായ വനപാതയിലൂടെ ഉൾവനത്തിലെത്തി വാക്സിനേഷൻ നൽകാനും ഊരിലുള്ളവരെ ബോധവൽക്കരിക്കാനും ആരോഗ്യവകുപ്പിന് സാധിച്ചു. എന്നാൽ ചിലർ വാക്സിൻ എടുക്കാൻ തയ്യാറാകാത്തതും ഉദ്യോഗസ്ഥരെ വലച്ചു. കൂടുതലായും സ്ത്രീകളാണ് വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വന്നത്. കോവിഡ് വ്യാപനം കൂടുതലായിട്ടുള്ള തേര ആദിവാസി കോളനിയിൽ മറ്റൊരു ദിവസം വാക്സിൻ കുത്തിവയ്പ് നടത്തുമെന്ന് ഡോക്ടർ ശിവദാസ് പറഞ്ഞു. ചില ആൾക്കാർക്ക് മാത്രം വാക്സിൻ അല്ലെങ്കിൽ കുത്തിവയ്പ്പിന് പേടിയാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ, 1-2 പേരെല്ലാം നമ്മുടെ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അവരെ അടുത്ത മോപ്പപ്പ് റൗണ്ടിൽ നമ്മൾ അവരെ കൂടി വാക്സിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ന്യൂസ് 18 കുട്ടമ്പുഴ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം.